ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 45-ാം ഭാഗം. സ്നേഹപൂർവം സ്വാഗതം. കുർബാന പ്രതിസന്ധിയുടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? 2024 ജൂൺ 21 പുറത്തു വന്ന സിനഡ് അനന്തര അറിയിപ്പ്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി പുറപ്പെടുവിച്ച അറിയിപ്പിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം, പരിശുദ്ധ സഭയെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായി സ്വീകരിക്കാനാവില്ല. വിശുദ്ധ സിപ്രിയനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിതാക്കന്മാര് ഈ വാക്യം ചേർത്തിരിക്കുന്നത്. അതെ, കുർബാന പ്രതിസന്ധിയുടെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് സഭയെ അമ്മയായി സ്വീകരിക്കാത്തത് തന്നെയാണ്. പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും മാർപ്പാപ്പായുടെയും മെത്രാന്റെയും ചുമതലയിൽ, സംരക്ഷണയിൽ, നിയന്ത്രണത്തിൽ ആയിരിക്കേണ്ട ആരാധനക്രമം, പ്രത്യേകിച്ച് കുർബാനയുമായി ബന്ധപ്പെട്ടത്, അത് ഓരോ വൈദികന്റെയും ഗായക സംഘത്തിൻ്റെയും നിയന്ത്രണത്തിലും അധീനതയിലും പെട്ടുപോയി എന്നത് തന്നെയാണ് നമ്മുടെ കുർബാന പ്രതിസന്ധിയുടെ അടിസ്ഥാന പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സഭയാകുന്ന അമ്മയെ അറിയണം. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാന സംബന്ധിയായ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും, പക്ഷം ചേരുന്നവരും പക്ഷം ചേരാത്തവരും, ഒരുപോലെ ഉദ്ധരിച്ച ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ആ കൗൺസിലിന്റെ പ്രബോധനങ്ങളാണ് എല്ലാവരും അടിമുടി എടുത്ത് പ്രയോഗിച്ചത്. എന്നാൽ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കട്ടെ. ആരാധനക്രമം എന്ന് പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആദ്യ പ്രബോധനം, അതിൻ്റെ 22-ാമത്തെ പാരഗ്രാഫ് ഞാനിവിടെ വായിക്കുകയാണ്. 3 നിർദ്ദേശങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നു. ആരാധനക്രമത്തിന്റെ നിയന്ത്രണം തിരുസഭാധികാരികളെ മാത്രം, അതായത് പരിശുദ്ധ സിംഹാസനത്തെയും നിയമം അനുവദിക്കുന്നെങ്കിൽ മെത്രാനെയും ആശ്രയിച്ചിരിക്കുന്നു. സഭയാകുന്ന അമ്മ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നിർദ്ദേശമാണിത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ആരാധനക്രമത്തിന്റെ നിയന്ത്രണം ഒരു രൂപതയുടെയോ വൈദികന്റെയോ അൽമായന്റെയോ കൈകളിലല്ല. കാരണം ആരാധനക്രമം ദൈവം മനുഷ്യന് സഭയിലൂടെ നൽകിയ നിധിയാണ്, അമൂല്യ നിക്ഷേപമാണ്. ഈ ആരാധനക്രമത്തിന്റെ നിയന്ത്രണം അതുകൊണ്ടാണ്, അതിൻ്റെ ഔന്നത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് പരിശുദ്ധ സിംഹാസനം അനുവദിക്കുന്നെങ്കിൽ മെത്രാന്റെ നിയന്ത്രണത്തിൽ വരണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്ര കൃത്യമായിട്ട് ഈ പ്രബോധനം പറഞ്ഞിട്ടും ഇത് നമുക്ക് മനസ്സിലാകാതെ പോയി എന്നതാണ് അതിൻ്റെ പ്രശ്നം. എന്നിട്ട് അതിൻ്റെ താഴേക്ക് പറയുന്നുണ്ട്, മെത്രാൻ സംഘത്തിനും വേണമെങ്കിൽ ആ അധികാരം ഉപയോഗിക്കാം. 3-ാമത്തെ പോയിന്റ് പറയുന്നു, തന്മൂലം മറ്റാർക്കും, ഒരു വൈദികനു പോലും സ്വ അധികാരത്താൽ ആരാധനക്രമത്തിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതല്ല. സ്നേഹമുള്ളവരെ, ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മുടെ സഭയിൽ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും സഭയാകുന്ന അമ്മ, ദൈവത്തെ അപ്പനായി അംഗീകരിക്കുന്നവർ സഭയെ അമ്മയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഈ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധയൂന്നിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഇത് മനുഷ്യനിർമ്മിതമല്ല. പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആരാധനയുടെ അപഭ്രംശങ്ങളെ പറയുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള, ഇൻവേർട്ടഡ് കോമയിലാണ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല അത്. ആരാധന എന്ന സത്യം വെളിപ്പെടുത്തുന്ന ഹൃദയഹാരിയായ സാക്ഷ്യങ്ങളുടെ നിര തന്നെ പഴയ നിയമത്തിലുണ്ട്. അതായത് അഹ്റോൻ
ജനത്തിൻ്റെ ഇഷ്ടപ്രകാരം സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് നോക്കിയാൽ ഫൗളൊന്നുമില്ല, പോരായ്മകളൊന്നുമില്ല, എല്ലാം ക്രമമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ അനുഷ്ഠാനവും കർമ്മവിധികൾ പോലും ചേർന്ന് പോകുന്നത് പോലെ. എങ്കിലും അത് ദൈവാരാധനയിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക് ഉള്ള വീഴ്ചയായിരുന്നു എന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ തങ്ങളുടെ ലോകത്തിലേക്ക് ജനങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ ആരാധന നടത്താൻ തുടങ്ങി. അവർക്ക് ആവശ്യമായിട്ട് വന്നപ്പോൾ ദൈവം അവിടെ ഉണ്ടായിരിക്കണം, ഞങ്ങൾക്ക് കാണുന്നപ്പോൾ കാണണം. ഈ പിടിവാശിയോടുകൂടെ മനുഷ്യൻ ദൈവത്തെ സമീപിച്ചു. ഇവിടെ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യൻ ദൈവത്തെ ഉപയോഗിക്കുകയാണ്. ബാഹ്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മനുഷ്യൻ വാസ്തവത്തിൽ അവനെ തന്നെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഇതാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അവസാന അധ്യായങ്ങൾ നോക്കിയാൽ 32 മുതലുള്ള അധ്യായങ്ങൾ നോക്കിയാൽ എത്ര തവണയാണ് ദൈവം മോശയോട് കൽപ്പിക്കുന്നു എങ്ങനെ കൂടാരം നിർമ്മിക്കണം, എങ്ങനെ ബലിയർപ്പിക്കണം. നിസ്സാര കാര്യങ്ങൾ കൂടി ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ പ്രവർത്തിക്കുന്നു. ഇതല്ലേ നമ്മുടെ ആരാധനക്രമം? ഇതായിരിക്കേണ്ടതല്ലേ നമ്മുടെ ആരാധനക്രമം? അപ്പോൾ നമുക്ക് നഷ്ടമായത് ഇനി സഭയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കണം. അത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മിസ്റ്റഗോജിക്കൽ കാറ്റക്കിസമാണ്. ദിവ്യരഹസ്യാത്മകമായ പ്രബോധനങ്ങളാണ്. ദൈവ രഹസ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രബോധനങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെ നൽകാൻ സാധിക്കണം. എങ്ങനെ? അത് സഭ പറയുന്നതനുസരിച്ച്. അവിടെയാണ്, ഈ അനുസരണത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് വിറ്റ്നസ് ടു ഒബീഡിയൻസ്. നമുക്കുണ്ടാകേണ്ടത് അതാണ്, അനുസരണത്തിന് സാക്ഷ്യം. അമ്മയെ അനുസരിക്കുന്നവരാവുക. അവിടെയാണ് തക്സ കുർബാനയുടെ അടിസ്ഥാന ക്രമം ആയി മാറുന്നത്. അങ്ങനെ കുർബാന ക്രമം, സീറോ മലബാർ സഭയുടെ കുർബാന അതിൻ്റെ ക്രമം അനുസരിച്ച് ചെയ്യുക. അതിലൊന്നുപോലും കൂട്ടിച്ചേർക്കാനോ മാറ്റി നിർത്താനോ ആവില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് അമ്മ നിർദ്ദേശം തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ കുർബാനയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത പ്രാർത്ഥനകൾ കൂട്ടിച്ചേർക്കുന്നത്, ചിലത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്? ഇവിടെയെല്ലാം ദൈവാരാധനയിൽ നിന്ന് നമ്മൾ അകലുകയാണ്. അപ്പോൾ ദൈവാരാധനയാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടത്. ഒരു സഭയായിട്ട്, സമൂഹമായിട്ട് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ടത്, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ദൈവ ആരാധനയിലൂടെയാണ്. ആ ആരാധനയാണ് നമുക്ക് സാധ്യമാകേണ്ടത്. അതുകൊണ്ടാണ് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഓരോരുത്തരും, പുരോഹിതനോ അൽമായനോ ആരായാലും, ആരാധനക്രമത്തിൻ്റെ നിബന്ധനകൾക്കും തിരുക്കർമ്മത്തിൻ്റെ സ്വഭാവത്തിനും യോജിച്ച വിധത്തിൽ അവരവരുടെ ഭാഗം അതുമാത്രം പൂർണ്ണമായി നിർവഹിക്കണം. ആരാധനക്രമത്തിൻ്റെ വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം നമ്പർ 28. അതുകൊണ്ട് ഈ അമ്മ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അമ്മയെ അനുസരിക്കാം. എല്ലാ പ്രതിസന്ധികളും അവിടെ തീരും. നത്തിങ് ഈസ് ബി പ്രിഫേർഡ് ടു ലിറ്റർജി. ആരാധനക്രമത്തോളം അഭികാമ്യമായതും അതിനോട് തുല്യം വയ്ക്കാവുന്നതും മറ്റൊന്നുമില്ല. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ വാക്കുകളാണ്. നമ്മുടെ കുർബാന പ്രതിസന്ധിയുടെ പരിഹാരമായിട്ട് അമ്മയെ അനുസരിക്കുക, അമ്മയെ അറിയുക. ആ ഒരു തിരിച്ചറിവും ഒരു പ്രതിജ്ഞയും ഒരു സമർപ്പണവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. ഈ ലിറ്റർജിക്കൽ കാറ്റക്കിസം അതാണല്ലോ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആരാധനക്രമ സംബന്ധിയായ വേദപാഠം അത് പഠിക്കാൻ നമ്മളെ തന്നെ നമുക്ക് എളിമപ്പെടുത്താം. ഒരമ്മയുടെ മടിയിൽ നമുക്ക് എളിമപ്പെടുത്തി നമ്മളെ സമർപ്പിക്കാം. മെത്രാന്മാരിൽ ആരംഭിച്ച്, മെത്രാൻ സംഘത്തിൽ ആരംഭിച്ച്, മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ അത് നമ്മുടെ ജനങ്ങളിലേക്ക് നമ്മുടെ അമ്മയിൽ നിന്നും പകർന്നു കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി, സമർപ്പിതരായി, പുരോഹിതരായി, മെത്രാന്മാരായി നമുക്ക് ആരാധന ക്രമത്തെ ഊന്നിക്കൊണ്ട്, ആരാധനക്രമത്തിൽ
അടിസ്ഥാനമിട്ട ഒരു ആരാധനാ സമൂഹമായി ദൈവത്തിന് മഹത്വം കരയറ്റാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിക്കുന്നു, ക്രൈസ്തവ ജീവിതം ഒരു സാമൂഹിക പദവിയല്ല, അത് ബാങ്ക് ഡിപ്പോസിറ്റ് അല്ല, നമ്മെ നല്ലതാക്കുന്ന ഒരാത്മീയ ശൈലിയുമല്ല, അത് അനുസരണത്തിൻ്റെ സാക്ഷ്യമാണ്. യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ നമ്മൾ എന്ന് സ്വയം ചോദിക്കാൻ സഭ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ അനുസരിക്കുന്നവരോ? ഇതാണ് നമ്മളോടുള്ള ചോദ്യം. അതുകൊണ്ട് സഭയാകുന്ന അമ്മ എന്ത് കുർബാനയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? കാരണം അത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ദൈവം സഭയിലൂടെ വെളിപ്പെടുത്തിയതാണ്. ആ വെളിപ്പെടുത്തപ്പെട്ടതിന് മനുഷ്യർ നൽകുന്ന മറുപടിയാണ് ആരാധനക്രമം. അത് സഭയിലൂടെ രൂപപ്പെട്ട മറുപടി. അതുകൊണ്ട് സഭയുടെ കർമ്മക്രമമനുസരിച്ച്, കുർബാന ക്രമമനുസരിച്ച് ഒന്നും കൂട്ടിച്ചേർക്കാതെ, ഒന്നും മുറിച്ചു മാറ്റാതെ, മറ്റൊരു രീതിയിലുമുള്ള ബഹളങ്ങളോ മറ്റൊരു രീതിയിലുമുള്ള ബാഹ്യ ഘടകങ്ങളോ കൊണ്ടുവരാതെ, വെറും പ്രാർത്ഥനയാക്കി മാറ്റാതെ, ആരാധനയെ ആരാധനയാക്കി നിലനിർത്താനും സഭയുടേതാണ് അതിൻ്റെ മുഴുവൻ അവകാശവും അധികാരവും എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കട്ടെ. നമ്മളാരും, ഒരു വൈദികനും ഒരൽമായനും മറ്റാരും ഇതിൻ്റെ അവകാശികളല്ല, അധികാരികളല്ല, ശുശ്രൂഷകരാണ്. ആ വാക്ക് വത്തിക്കാൻ കൗൺസിൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വിനയപൂർവം ഈ ഒരു തിരിച്ചറിവ് നമ്മിലുണ്ടാവട്ടെ. വത്തിക്കാൻ കൗൺസിലിൻ്റെ, നമ്മളെല്ലാവരും എടുത്ത് മാറി മാറി ഉപയോഗിക്കുന്ന വത്തിക്കാൻ കൗൺസിലിൻ്റെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനക്രമം എന്ന് പറയുന്ന പ്രബോധനത്തിലെ 22ാമത്തെ പാരഗ്രാഫ്, പൊതുനിർദ്ദേശങ്ങൾ, അത് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ അനുസരിക്കാം. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകട്ടെ. കുർബാന പ്രതിസന്ധി അതോടുകൂടെ ഇല്ലാതാകും. നമ്മൾ യഥാർത്ഥ ആരാധകരായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.